Boche Gold and Diamonds. Buy now, pay later. പൈങ്കുളം പാഞ്ഞാൾ കരിങ്കൽ ക്വാറിയിലേക്കുള്ള റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ആലിൻചുവട് മുതൽ സദേൺ സഹാറ ക്വാറി വരെ നീളുന്ന റോഡിന്റെ പ്രവൃത്തികളാണ് നാട്ടുകാർ തടഞ്ഞത്. BMBC നിലവാരത്തിൽ നടത്തുന്ന നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ രംഗത്തിറങ്ങിയത്. പാഞ്ഞാൾ പഞ്ചായത്തിൽ നമ്മുടെ ആലിൻചുവട് പ്രദേശത്ത് പൈങ്കുളം മേഖലയിലും ഇവിടെ ഒരു ക്വാറി പ്രവർത്തിക്കുന്ന വിവരം, കുറേ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തിക്കുന്ന വിവരം, ഒരുവിധം ജനങ്ങളെല്ലാവരും നമ്മൾ അനുസരണയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി എന്ന നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ ക്വാറി അതിവിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് സഹാറ എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി നമ്മുടെ നാട്ടിലൂടെ, ഈ ചെറിയ ഗ്രാമത്തിലൂടെ വലിയ വലിയ ടോറസുകളുടെ ശല്യം നമുക്ക് നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പൊടിശല്യം, അതേപോലെ റോഡുകളുടെ നല്ല ടാർ ചെയ്ത റോഡുകൾ വരെ ഈ ടോറസ് അമിതമായ പോക്ക് മൂലം സത്യം പറയുകയാണെങ്കിൽ ജനങ്ങൾ ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. ഈ കംപ്ലൈൻറ്റുമായി നമ്മൾ കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ പഞ്ചായത്തിൽ പരാതി സമർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് നിർത്തിത്തരണമെന്നും താഴ്മയോടെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന് ആദ്യ നടപടി എന്ന നിലയിൽ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ടോറസ് പോകാനുള്ള നിയമം ഞങ്ങളുടെ കയ്യിലില്ല, അങ്ങനെ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പല രീതിയിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. 6 മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരമുള്ള കരിങ്കൽ വഹിച്ച ടോറസ് ലോറികൾ പ്രവേശിക്കുന്നത് നിരോധിച്ച് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ലോറികൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ വീതി കൂട്ടാതെ നടത്തുന്ന പ്രവൃത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ആലിൻചുവട് മുതൽ പൈങ്കുളം UP സ്കൂൾ വരെയുള്ള കണക്ഷൻ റോഡ് മുഴുവനായും BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നാണ് ആവശ്യം. നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പാതയോരത്തെ മരങ്ങൾ മുറിച്ചും വൈദ്യുതി പോസ്റ്റുകൾ വശങ്ങളിലേക്ക് മാറ്റിയും ഫുട്പാത്തും കാനയും നിർമ്മിച്ച് കൃത്യമായി നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 15-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അവിടെ ഈ വിഷയം പെട്ടെന്ന്, അതായത് റോഡിൻ്റെ വീതി കൂട്ടാൻ സദേൺ സഹാറ എന്ന പ്രൈവറ്റ് കമ്പനി ക്വാറിക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവർ വെച്ചു. ഇത് വന്നത് ജനങ്ങളുടെ പ്രക്ഷോഭം പ്രമാണിച്ച് അവർ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു തീരുമാനമാണ്. ഇത് ഒരു ചർച്ചയ്ക്ക് ഒരു ഗ്രാമസഭയിൽ അവതരിപ്പിക്കാനോ കാത്തു നിൽക്കാതെ 20-ാം തീയതി അവസാനത്തെ കമ്മിറ്റി, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവസാനത്തെ കമ്മിറ്റിയുടെ അവസാനത്തെ മീറ്റിംഗ് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് അവസാനം പോയിട്ട് AE ഓവർസിയർ എല്ലാവരും ഒപ്പുവെച്ച് ഈ പ്രമേയം അവർ പാസ്സാക്കി. അതായത് CSR ഫണ്ടിൻ്റെ ഭാഗമായി സദേൺ സഹാറയ്ക്ക് ഈ റോഡ് സ്വന്തം ഇതിൽ പണിയാനുള്ള അവകാശം കൊടുത്തു. CSR നിയമം വെച്ചിട്ട് അവർ ആ ഫണ്ട് പഞ്ചായത്തിൽ കെട്ടിവെക്കുകയാണ് വേണ്ടത്. ഈ റോഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിലെന്തെങ്കിലും നവീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിലനിൽക്കുകയാണ്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.